A sample of dry soil weighs 68 gram. Find volume of void if total volume of the sample is 40 ml and specific gravity of solids is 2.65. Determine void ratio. Just edhi kayum parayane. Question edhiyo? Okay. നമുക്കൊരു ഡ്രൈ സാമ്പിൾ ആണെന്ന് പറഞ്ഞു 68 ഗ്രാം ഡ്രൈ സോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ വോളിയം ഓഫ് വോയിഡ്, എത്രത്തോളം വോയിഡ് വോളിയം ഉണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. ദെൻ ടോട്ടലി നമ്മുടെ കയ്യിലുള്ള സാമ്പിളിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 40 ml ആണെന്ന്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ്സ് തന്നിട്ടുണ്ട് 2.65. അങ്ങനെയാണെങ്കിൽ വോയിഡ് റേഷ്യോ എത്രയാണെന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാം? ഹലോ, നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സാധനം എന്താ? ഡ്രൈ സോയിലിന്റെ മാസാണ്. അതാണ് മാസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിന്റെ മാസാണ്. ഡ്രൈ സോയിൽ വേസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമ്മൾ എന്തായിട്ട് എടുക്കണം? മാസ് ഓഫ് സോളിഡ്സ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ദെൻ ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ വി ഈസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ വി ഈസ് ഈക്വൽ ടു വോളിയം. ടോട്ടൽ വോളിയം ആണ് 40 ml. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. നമുക്ക് കാണേണ്ട എന്താണ്? എത്രമാത്രം വോളിയം ഓഫ് വോയിഡ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 40 ml ആണ്. ദെൻ ഇതിൽ വോളിയം ഓഫ് വോയിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. അതിൽ വോളിയം ഓഫ് സോളിഡ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് വോയിഡ് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സോളിഡ് നമുക്ക് എങ്ങനെ കാണാം? മാസ് ഓഫ് സോളിഡ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ 68 ഗ്രാം ആണെന്നറിയാം. വോളിയം ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വി എസ് ഡെൻസിറ്റി ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്, അല്ലേ? അപ്പം ഈ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ഓഫ് സോളിഡ് ബൈ റോ എസ് ആയിരിക്കും. റോ എസിനെ നമുക്ക് എങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാം? എം എസ് ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എസ് ബൈ റോ ഡബ്ല്യു ആണ്. അപ്പോൾ റോ എസ് എന്ത് വരും? ജി റോ ഡബ്ല്യു ആണ്. എഴുതണ്ട, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ജി റോ ഡബ്ല്യു ആണ്. ദെൻ അപ്പം വോളിയം ഓഫ് സോളിഡ്സ് കിട്ടും.
ജി അറിയാം, എം എസ് അറിയാം, റോ ഡബ്ല്യു അറിയാം. ക്ലിയർ ആയോ? പറയാവോ? കളർ മാറ്റി എഴുതിയായിരുന്നു, വായിക്കാൻ പറ്റാ. ബ്ലാക്ക് മാറ്റണോ കളറ്? രണ്ടും ബ്ലാക്ക് അല്ലേ, അതുകൊണ്ട് ബ്ലാക്ക് ആക്കണം. അത് ബ്ലൂ ആണ്. ഒരു മിനിറ്റ്, കളർ ഒന്ന് റെഡ് ആക്കാം. ഓക്കെ, ആദ്യം എഴുതിക്കോ. നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കൊരു ഗിവൺ സാമ്പിൾ തന്നു. ആ സാമ്പിളിന്റെ ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട്. അതായത് മാസ് ഓഫ് സോളിഡ്സിന്റെ മാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 68 ഗ്രാം. ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട് 40 ml ആണെന്ന്. ആ സോളിഡ്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വോളിയം ഓഫ് വോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. അപ്പം വോളിയം ഓഫ് സോളിഡ് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് വോയിഡ് കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. വോളിയം ഓഫ് സോളിഡ് കാണാന്നുള്ളതാണ് ഇനി നമ്മളുടെ അത്യാവശ്യം. നമുക്ക് മനസ്സിലായി. വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഓഫ് സോളിഡ് അല്ല, മാസ് ഓഫ് സോളിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ് എന്ന് എഴുതാൻ പാടില്ലേ? അതെങ്ങനെയാ വന്നേ? ഡെൻസിറ്റി ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അതിൽ നിന്ന് എന്തെഴുതാം? വോളിയം ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് എന്ന് എഴുതാം. ഓക്കെ ആണോ? പക്ഷെ സോളിഡിന്റെ ഡെൻസിറ്റി നമുക്ക് അറിയില്ല. പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ജിയും റോ എസും തമ്മിൽ എങ്ങനെയാ റിലേഷൻ? ജി ഈസ് ഈക്വൽ ടു എന്താണ്? റോ എസ് ബൈ റോ ഡബ്ല്യു ആണ്. അപ്പൊ റോ എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി റോ ഡബ്ല്യു എന്ന് എഴുതാം. അപ്പൊ ഈ വോളിയം ഓഫ് സോളിഡിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എം എസ് ബൈ ജി റോ ഡബ്ല്യു എന്ന് എഴുതാം. ജി അറിയാം, റോ ഡബ്ല്യു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം മാസ് ഓഫ് സോളിഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വോളിയം ഓഫ് സോളിഡ് കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോളിയത്തിൽ നിന്ന് വോളിയം ഓഫ് സോളിഡ് കുറച്ചാൽ എന്ത് കിട്ടും? വോളിയം ഓഫ് വോയിഡ് കിട്ടും. ക്ലിയർ ആയോ? ഹലോ, ഓക്കെ. അപ്പൊ നിങ്ങൾ താഴേക്ക് കാണിച്ചു തരാൻ ചെയ്തേക്കണം. അത് കോപ്പി ഡൗൺ ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതി വെക്കുക. ഇവിടെ ഡ്രൈഡ് മാസ് ഡെൻസിറ്റി ജസ്റ്റ് ആ കുട്ടികൾ കണ്ടുവെച്ചെന്നുള്ളൂ. ആദ്യം തന്നെ എങ്ങനെയാണ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അവർ ആദ്യമേ കണ്ട ഡ്രൈ മാസ് ഡെൻസിറ്റി ആണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതി വെച്ചേക്കണേ. അതിനുശേഷം പറഞ്ഞു കൊടുത്താണ് ചെയ്തത്. അതുകൊണ്ടാണ് ആദ്യം ഡ്രൈ മാസ് ഡെൻസിറ്റി അവർ സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്തേക്കണേ. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയോ? എങ്ങനെയാ പോണേന്നുള്ളത്? എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കുക, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക, എങ്ങനെയാണ് അതിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ചിന്തിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും അങ്ങനെയാണല്ലോ ചെയ്യണേ. അപ്പം അതുപോലെ ബാക്കിലേക്ക് ചിന്തിക്കുക, എന്താണ് വേണ്ടത്, അപ്പം അതെങ്ങനെ കണക്ട് ചെയ്യാം, അത് മാത്രമാണ് ഇതിനകത്തെ എളുപ്പമാർഗം. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്ക്. ഇപ്പം ഈ പറഞ്ഞ പ്രൊസീജിയർ വെച്ചിട്ട് നിങ്ങൾക്ക് വാല്യൂസ് എത്ര കിട്ടണമെന്ന് നോക്ക്. വോളിയം ഓഫ് സോളിഡ് എത്ര കിട്ടും എന്ന് പറ. ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ നമ്മൾ ഏത് യൂണിറ്റിൽ എഴുതണം? ഏത് യൂണിറ്റിൽ എഴുതണം? ഇവിടെ എന്തിലാ തന്നിരിക്കുന്നത്? വെയിറ്റ് ഗ്രാമിലാണ് അല്ലേ? മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡെൻസിറ്റി എന്തിൽ എഴുതണം? ഗ്രാം പെർ
സെന്റിമീറ്റർ ക്യൂബ്. സെന്റിമീറ്റർ ക്യൂബിലോ എഴുതിയാലും മതി. അപ്പം ഗ്രാമിൽ തരുമ്പോൾ വാല്യൂസ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. വാട്ടറിന്റെ 1 ആണ് റോ ഡബ്ല്യു വരിക. ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടർ, റോ ഡബ്ല്യു ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. റോ ഡബ്ല്യു എന്ന് പറയുന്നത് 1 gram per cc ആണ്. അതിട്ട് വേണം ചെയ്യാൻ. യൂണിറ്റ് നോക്കണം. തന്നെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും യൂണിറ്റ്സ് മാറ്റി എഴുതാനുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണം. റൗണ്ട് ചെയ്തേക്കുന്ന ഒന്ന് പറയാമോ? 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. അതിന്റെ താഴെ എന്ത് എഴുതിയേക്കുന്നു? 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ലിറ്റർ ആണ്. ഓക്കെ, അപ്പം 1 gram per മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? 1 gram per ക്യൂബിക് മീറ്റർ, cc, ക്യൂബിക് സെന്റിമീറ്ററിന് ഇക്വലന്റ് ആണ്. അത് രണ്ടും സെയിം ആണ്. 1 gram per ml എന്ന് പറഞ്ഞാൽ 1 gram per cc ആണ്. ഞാൻ ആ നോട്ട് ഷെയർ ചെയ്തപ്പം എനിക്ക് തോന്നുന്നു സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതിയെടുത്താണോ ഏതോ ഒരു ഇതിൻ്റെ താഴെ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 10 kN per meter cube, 1 gram per cc, അങ്ങനെ യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. 1 gram per ml 1 gram per cc ഒന്ന് തന്നെയല്ലേ? അതെ അതെ അതെ. മനസ്സിലായോ? എത്ര കിട്ടിയ വോളിയം ഓഫ് സോളിഡ്? 25.66 ആണ്. 25.66 സെന്റിമീറ്റർ ക്യൂബിൽ എഴുതുന്ന അത്രയും മില്ലി ലിറ്റർ. നമുക്ക് തന്നിരിക്കുന്ന മില്ലി ലിറ്ററിലാണ് വോളിയം. ഗ്രാം പെർ സി സി എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ എം എല്ലിനോട് ഈക്വൽ ആണ്. ദെൻ ഇനി എന്താണ്? വോളിയം ഓഫ് വോയിഡ് ആണ് കാണേണ്ടത്. ടോട്ടൽ വോളിയത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? വോളിയം ഓഫ് സോളിഡ്സ് കുറച്ചാൽ മതി. പാർവതി തുടങ്ങിയപ്പോ തന്നതാ. കിട്ടിയ ആൻസർ വോളിയം ഓഫ് ഇത് വോയിഡ് 14.34. ഓക്കെ, ഇനി എന്താ ഒരു ക്വസ്റ്റ്യനോടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ. ഓക്കെ, വോയിഡ് റേഷ്യോ ഈ കാണാൻ ചോദിച്ചിട്ടുണ്ട്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് വോയിഡ് പറയാം, വോളിയം ഓഫ് എന്താണ് വോയിഡ് റേഷ്യോ? വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. വോളിയം ഓഫ് സോളിഡ്സ് ആണ്.
അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് വി നമ്മൾ കണ്ടുപിടിച്ചു, വോളിയം ഓഫ് സോളിഡ്സ് വോളിയം ഓഫ് വോയിഡ് കണ്ടുപിടിച്ചു, വോളിയം ഓഫ് സോളിഡ്സും അറിയാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം. എത്രയാണ് കിട്ടിയ വോയിഡ് റേഷ്യോ? 0.5588. അതായത് വോയിഡ് റേഷ്യോ പെർസെൻറ്റേജിൽ ഡെസിമലിലാണ്, പെർസെൻറ്റേജിലല്ല. 0.56. അപ്പൊ പിന്നെ പോറോസിറ്റി എന്ന് പറയണതാണോ ഈ പെർസെന്റേജ് പറഞ്ഞത്? പോറോസിറ്റി ആണ് പെർസെൻറ്റേജിൽ പറയാ. എൻ എത്രമാത്രം പെർസെൻറ്റേജ് വോയിഡ്സ് ഉണ്ട്, ഇതുണ്ട്, വോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ പോറസ് ഉണ്ട്. അതാണ് പെർസെൻറ്റേജിൽ നമ്മൾ യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുക. ഈ പ്രോബ്ലം മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ ഇതൊക്കെ കുറച്ച് സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ടൈമിൽ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റണം. അതാണ് ഈ ഫസ്റ്റ് സെക്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കറക്റ്റ് ടൈമിൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓർത്ത് ഇങ്ങനെയൊക്കെയാണ്. അത് ബേസിക് കൺസെപ്റ്റ് എന്താണ് വോളിയം ഓഫ് വോയിഡും വോളിയം ഓഫ് സോളിഡും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ, അതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയാലാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ആൻസർ? നെക്സ്റ്റ് പ്രോബ്ലം പറയട്ടെ. ഹലോ. ഓക്കെ മിസ്. ഓക്കെ, കഴിയുമ്പോൾ പറയണേ ജസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. A moist soil sample weighs 3.52 Newton. After drying in an oven, its weight is reduced to 2.9 Newton. The specific gravity of solids and mass specific gravity are 2.65 and 1.85. Determine W എന്ന് പറഞ്ഞാൽ water content, E void ratio, N porosity, S degree of saturation. Take gamma W, unit weight of water, is equal to 10 kilonewton per meter cube. W water content, E void ratio, N porosity, S degree of saturation. നിങ്ങൾക്ക് സെൻറ്റൻസിൽ വേണമെങ്കിൽ എഴുതാം. നൊട്ടേഷൻ കുട്ടികൾ പിന്നെ പതുക്കെ ഇനി എഴുതി തുടങ്ങുമ്പോൾ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതുന്നേ ഉള്ളൂ. തനിയെ ചെയ്യാൻ പറ്റുമോ നോക്കുമോ? മിസ് നൊട്ടേഷൻസിൽ W വെയിറ്റ് വാട്ടർ കണ്ടന്റ് സ്മോൾ ലെറ്റർ W വാട്ടർ കണ്ടന്റ്, E വോയിഡ് റേഷ്യോ, N പോറോസിറ്റി, S ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട്, എഴുതി ഇട്ട് തരാം, സമയം കിട്ടാത്തതുകൊണ്ടാണ്. നാളെ നോക്കട്ടെ, നാളത്തേക്ക് എഴുതിയിടാൻ പറ്റുമോ നോക്കട്ടെ. S ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, W water content, E void ratio, N porosity, S degree of saturation. തനിയെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. ഒരു സാമ്പിൾ, സോയിൽ സാമ്പിൾ ഉണ്ടായിരുന്നു, മോയിസ്റ്റ് സോയിൽ സാമ്പിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് 3.52 ന്യൂട്ടൺ ആണ്.
ഒരു ഓവനിൽ ഡ്രൈ ചെയ്തതിന് ശേഷം വെയിറ്റ് റെഡ്യൂസ് ചെയ്തു 2.9 ന്യൂട്ടൺ ആയിട്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സും മാസ് സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട് 2.65 1.85. വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ കണ്ടന്റ്, വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ, ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ, ചില സംശയമാണെങ്കിൽ ഒന്നുകൂടെ എഴുതാം. വാട്ടർ കണ്ടന്റ് W. വാട്ടർ കണ്ടന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എന്താണ് വാട്ടർ കണ്ടന്റ് കാണാനുള്ള ഇക്വേഷൻ? Mass of water divided by mass of solid. Mass of water by mass of solids. ഓക്കെ, ഇതിലേതെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? ഇതിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് അറിയാമോ? ഇനി ആരെങ്കിലും അഡ്മിറ്റ്? എന്തോ 3.52 3.52? ന്യൂട്ടൺ തന്നേക്കണേ. മോയ്സ്ചർ സോയിൽ സാമ്പിൾ വെയിറ്റ്. ആ, അതെന്താണ്? ടോട്ടൽ വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് ആണ്. ഓക്കെ, പിന്നെയോ? ഡ്രൈ വെയിറ്റ്. ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട് 2.9. മാസ് ഓഫ് സോളിഡ് 2.9 ആയിരിക്കും അല്ലേ? ഓക്കെ, മാസ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? MS എന്ന് പറഞ്ഞാൽ 2.9. കറക്റ്റ് ആണ്. കാരണം നമുക്ക് ഡ്രൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന സോയിൽ സാമ്പിളിൽ എന്ത് മാത്രമേ ഉള്ളൂ? വാട്ടർ ഇല്ല, അവിടെ ആ സോളിഡ് പോർഷൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ മാസാണ് എത്ര? 2.9 ന്യൂട്ടൺ. അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി എന്താ വേണ്ടത് നമുക്ക് വാട്ടർ കണ്ടന്റ് കാണണമെങ്കിൽ? മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണം. മാസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? മോയ്സ്ചർ സോയിലിൽ നിന്ന് ഡ്രൈ സോയിലിന്റെ വെയിറ്റ് അറിയാം. മോയ്സ്ചർ സാമ്പിളിൽ നിന്ന് സാമ്പിളിന്റെ വെയിറ്റിൽ നിന്ന് സോളിഡ് വെയിറ്റ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് മാസ് ഓഫ് വാട്ടർ കിട്ടും. അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ ആദ്യം എന്ത് കാണാം? വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം. എഴുതാൻ വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്ലിയർ ആയോ? അത് വാട്ടർ കണ്ടന്റ് കാണുന്നത് എങ്ങനെയാന്ന് ചെയ്തു നോക്കോ, എന്നാ സംശയം വേണ്ട, എഴുതിക്കോ. മാസ് ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ എഴുതുക. ഇവിടെ വെയിറ്റിന്റെ ടേംസിലാണ്, അപ്പം മാസിന് പകരം ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി ചിലർ ചോദിക്കും മാസ് വെയിറ്റ് ആണോ തന്നേക്കണേ, എന്തുകൊണ്ടാണ് എന്നിട്ട് മാസിൽ എഴുതിയെന്ന്? വാട്ടർ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്നുള്ള രീതിയിലും കാണാം. അപ്പോൾ വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ് 2.9 ന്യൂട്ടൺ. ന്യൂട്ടണിലായതുകൊണ്ട് ഞാൻ വെയിറ്റ് എന്ന് പറയാണ്. വെയിറ്റ് ഓഫ് സോളിഡ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 3.52 മൈനസ് 2.9. വെയിറ്റിന്റെ ടേംസിൽ എഴുതിക്കോ, ഇനി കൺഫ്യൂഷൻ വേണ്ട. അല്ലെങ്കിൽ ഇനി നാളെ നിങ്ങൾ പഠിക്കാൻ എടുക്കുമ്പോൾ മാസമാണല്ലോ എഴുതിയേക്കണേ, വെയിറ്റ് അല്ലേ വേണ്ടതെന്ന് തോന്നാം. ഇത് എഴുതിക്കോ. കിട്ടിയോ? ദെൻ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക, എത്ര പെർസെൻറ്റേജ് എന്ന്. എത്ര? 21.3% ആണ് വാട്ടർ കണ്ടന്റ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി G = 2.65 തന്നിട്ടുണ്ട്.
മാസ് സ്പെസിഫിക് ഗ്രാവിറ്റീസ് ജി സഫിക്സ് എം ഈക്വൽ ടു 1.85 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ബൈ ഡെൻസിറ്റി വാട്ടർ ഏ? അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി Rho S by റോ എസ് ബൈ റോ ഡബ്ല്യു. റോ ഡബ്ല്യു ആണ്. അതിൽ ജി എം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി Rho by Rho. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി മറിച്ച് നോക്കോ. നിങ്ങൾ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് പഠിക്കില്ല, അപ്പം അറിയാം. മറിച്ച് നോക്കൂ എന്താണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എഴുതിയേക്കണേന്ന് ഒന്ന് മറിച്ച് നോക്കോ. Mass density of soil by മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി നോട്ടേഷൻ തന്നിട്ടില്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു, മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി, അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഇങ്ങനെ 3 സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് പഠിച്ചേ. അതിൽ ആദ്യത്തെയായിരുന്നു ആദ്യത്തെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി, റോ എസ് ബൈ റോ ഡബ്ല്യു. ദെൻ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു, ദെൻ അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചു. ജി എം എന്ന് പറഞ്ഞാൽ റോ ബൈ റോ ഡബ്ല്യു. കണ്ടോ? നോട്ടിൽ മറിച്ച് നോക്ക്. റോ ബൈ റോ ഡബ്ല്യു ആണ് എന്ത്? മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. കണ്ടോ എല്ലാരും? ഓക്കെ, നമുക്ക് ഈ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എല്ലാം വെയിറ്റിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിൽ നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറയാണ് ഗാമ ബൈ ഗാമ ഡബ്ല്യുവിനോട് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് റോയസും റോയും തമ്മിലുള്ള വ്യത്യാസം റോയും റോയസും റോയും റോ എസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ്. സോയിലെ സോളിഡ് പോർഷന്റെ ഡെൻസിറ്റി ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സോയിൽ ആണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ടോട്ടൽ ആയിട്ടുള്ള. അപ്പൊ അത് കുറവായിരിക്കില്ലേ? ടോട്ടൽ ആണ്. അപ്പൊ റോയസിനേക്കാളും കുറവായിരിക്കില്ല റോ എന്ന് പറഞ്ഞാൽ? അതങ്ങനെ നമുക്ക് പറയണ എങ്ങനെയാ? അല്ല, അതിനകത്ത് ഓയിഡിന്റെ കുറയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം ജി എം എന്ന് പറഞ്ഞാൽ റോ ബൈ റോ ഡബ്ല്യു ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് സോയിൽ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അത് മാസിന്റെ ടേംസിലാണ്. ഞാൻ അതിനെ യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ ബൈ ഗാമ ഡബ്ല്യു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതൊന്നും ആയിരുന്നില്ല, വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെ അറിയുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+E ആണ്. ജിയും ഡെൻസിറ്റിയൊക്കെ അറിയാമെങ്കിൽ വോയിഡ് റേഷ്യോ കാണാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1+E. അപ്പം ഗാമ ഡി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗാമ ബൈ 1+W എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൽ ഗാമ ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഗാമ അറിയണം. ഗാമ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കണേ? ഇവിടെ നിന്ന് ഗാമ ഈസ് ഈക്വൽ ടു ജി എം ഗാമ ഡബ്ല്യു. ആ ഗാമ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി കാണാം. ആ ഡ്രൈ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ റിലേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു ടേം തന്നിരിക്കുന്നത്. ഓക്കെ ആയോ? ഒന്നുകൂടി ഒന്ന് പറയാമോ സാർ? ഓക്കെ, ഇപ്പൊ പറഞ്ഞത് മാത്രം. ഗാമ ഈക്വൽ ടു ജി എം ഗാമ ഡബ്ല്യു. ഓക്കെ, ഇവിടെ ഓക്കെ ആണല്ലോ? ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് കാണേണ്ടത് വോയിഡ് റേഷ്യോ ആണ്, അതായത് ഇയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അറിയുന്നത് ഗാമ ഡബ്ല്യു അറിയാം, ജിയു അറിയാം. ഈ തന്നിരിക്കുന്ന രണ്ട് ടേംസും വെച്ചുകൊണ്ട് ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി കാണാനായിട്ട് ഒരേ ഒരു റിലേഷനേ ഉള്ളൂ, ജി ഗാമ ഡബ്ല്യു ബൈ 1+E. ഓക്കെ, ആ റിലേഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഗാമ ഡി അറിയണം. ഗാമ ഡി കാണണമെങ്കിൽ ഏതാണ് ഇക്വേഷൻ?
ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു, അതായത് യൂണിറ്റ് വെയിറ്റ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ്. അപ്പോൾ ഈ ഗാമ കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? ഈ ഇക്വേഷൻ വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നേക്കണേ. ക്ലിയർ ആയോ? ആ മിസ്സേ. ഓക്കെ, അപ്പോൾ താഴെ എഴുതാം. വി ഹാവ് GM is equal to 1.85. We have GM, mass specific gravity എന്ന് തന്നെ എഴുതിക്കോ. GM is equal to mass specific gravity, GM is equal to 1.85. Therefore, GM is equal to rho by rho W, which is equal to gamma by gamma W. Therefore, gamma is equal to GM into gamma W. മിസ്സേ കുറച്ച് സ്പീഡ് കുറച്ച് പറയും, എഴുതി വരാൻ. പറയാം. ഓക്കെ. ഗാമ കിട്ടിയോ? യൂണിറ്റ് വെയിറ്റ് ഇവിടെ വരെ എഴുതിയോ? ഗാമ ഇസ് ഈക്വൽ ടു GM ഗാമ W ഈക്വൽ ടു 1.85 ഇൻറ്റു 10. ഇനി നമുക്ക് ഗാമ കിട്ടി. ഇനി നമുക്ക് അറിയുന്ന ആകെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി. ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി ആണ്. ഓക്കെ, ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു ആണ്. അതിൽ ഗാമ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു, വാട്ടർ കണ്ടന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അത് ഇട്ട് കൊടുക്കുക, ഡ്രൈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കിട്ടിയോ ഡ്രൈ ഡെൻസിറ്റി? ഓക്കെ മിസ്. ഓക്കെ, ഇനി എഴുത്. വി ഹാവ് ഗാമ ഡി ഈസ് ഈക്വൽ ടു G gamma W by 1 plus E. Therefore, void ratio E is equal to ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് G gamma W by gamma D whole minus 1. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, അതായത് ഗാമ ഡി ഈക്വൽ ടു G gamma W by 1 plus E. ഈ ഇക്വേഷനിൽ അറിയുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? വോയിഡ് റേഷ്യോന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക.
വോയിഡ് റേഷ്യോ എത്ര കിട്ടണേന്ന് നോക്കാം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ധൃതി പിടിക്കണ്ട, പതുക്കെ ചെയ്താൽ മതി. ഇക്വേഷനൊക്കെ റീഅറേഞ്ച് ചെയ്യുമ്പം ശ്രദ്ധിച്ച് എഴുതാ. കിട്ടിയോ വോയിഡ് റേഷ്യോ? ആ കിട്ടും മിസ്. 0.74. ഇനി അടുത്തത് എന്താ നമ്മളോട് ചോദിച്ചേക്കണേ? പോറോസിറ്റിയാ. പോറോസിറ്റി ആണ്. വോയിഡ് റേഷ്യോ കിട്ടിയാൽ പോറോസിറ്റി എങ്ങനെ കാണാം? ഇനി എല്ലാം സിമ്പിളാ. വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? പോറോസിറ്റി n ഈസ് ഈക്വൽ ടു എന്താണ്? എന്താണ് E by E plus E by E plus 1. E by E plus 1 plus E അല്ലെങ്കിൽ E plus 1. ഞാൻ 1 plus E എന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ വരുള്ളൂ കേട്ടോ. n equal to E by 1 plus E. ഈയുടെ വാല്യൂ കിട്ടിയതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പോറോസിറ്റി കണ്ടുപിടിക്കുക. കിട്ടിയോ പോറോസിറ്റി? 43 നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ ഇപ്പോൾ 0.745, ആ കിട്ടിയ വാല്യൂ അത്ര അടിച്ചു കൊടുത്താൽ ഡെസിമൽ വേരിയേഷൻ ഉണ്ടാവും, ആൻസറിൽ ചെറിയ വേരിയേഷൻ കാണും. 0.74 ഇട്ട് കൊടുത്താൽ ചെയ്തെങ്കിൽ 42.5% ആയിരിക്കും പോറോസിറ്റി. 42.5 പെർസെൻറ്റേജിൽ എഴുതണം പോറോസിറ്റി. കിട്ടിയ എല്ലാവർക്കും? കിട്ടും. ലാസ്റ്റ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S is equal to എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അത് വെച്ചിട്ട് വളരെ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. E അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം. S
E equal to W into G. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? അതിൽ നിന്ന് നമുക്ക് എസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇ അറിയാം, ഡബ്ല്യു അറിയാം, ജി അറിയാം. W into G by E. എസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി. ആ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബിലി എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു ഇക്വേഷനിൽ നിന്നായിരിക്കും കാണുന്നത്. ഒന്നോ രണ്ടോ കേസുകളിലാണ് വന്നിരിക്കുന്നത്. E equal to WG by S എന്നുള്ള ആ ഇക്വേഷൻ അല്ലേ? ഈ വോയിഡ് റേഷ്യോ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. എസ് സി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി. ഓർത്തിരിക്കാൻ എളുപ്പം എപ്പോഴും ഇതാ. ഓക്കെ, എസ് സി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി. അതിപ്പം അതിൽ നിന്ന് എന്ത് കാണാൻ ചോദിച്ചാലും നമുക്ക് എഴുതാം. ഇപ്പം വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പറയാം, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ ചോദിച്ചാലും നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. അപ്പം ഈ 4 ടേംസും നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും കോറിലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്ര കിട്ടണമെന്ന് നോക്കാം. പെർസെൻറ്റേജിൽ എഴുതണം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. കിട്ടിയ ആൻസറാ? ഹലോ, ആൻസർ കിട്ടിയെങ്കിൽ പറയോ? വാട്ടർ കണ്ടന്റ് ഡെസിമൽ ഇടണേ. സ്പെസിഫിക് ഗ്രാവിറ്റി ജി തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ ഡെസിമലിൽ ഇടുക. പ്രോബ്ലത്തിൽ എപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും പെർസെൻറ്റേജിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഡെസിമലിലാക്കി വേണം എഴുതാൻ. അല്ലാതെ 100% ആ പെർസെൻറ്റേജ് ടേംസിൽ എഴുതരുത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ഡെസിമലിലാക്കി വേണം ചെയ്യാൻ. ആണോ? 76.3 അല്ലേ? 76.3%. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ഇത്? കിട്ടി മിസ്. ഇതുവരെ ഓക്കെ ആണോ പ്രോബ്ലം ഒക്കെ? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 10-11 പ്രോബ്ലം ചെയ്യിച്ചിട്ടുണ്ട്. എല്ലാം എടുക്കാൻ നോക്കാം, കാരണം എല്ലാം ഒന്നൊന്ന് ഡിഫറെൻ്റ് ആണ്. 11 പ്രോബ്ലം ഞാൻ റെഗുലറിൽ ചെയ്യിച്ചിട്ടുണ്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. ഞാൻ നോക്കട്ടെ ടൈം പോലെ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിനനുസരിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എഴുതാം. A sample of saturated soil has a water content of 25% and bulk unit weight
20 kilonewton per meter cube. Determine dry density, void ratio, specific gravity of solids. What would be the bulk unit weight of the same soil at the same void ratio but a degree of saturation of 80%? Take gamma W is equal to 10 kilonewton per meter cube. സോയിൽ സാമ്പിൾ ഉണ്ടായിരുന്നു. സാച്ചുറേറ്റഡ് സോയിലാണ്, വാട്ടർ കണ്ടന്റ് 25%, ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 20 kilonewton per meter cube ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി, വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് വാട്ട് വുഡ് ബി ദ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്. സെയിം സോയിലിന് തന്നെ എത്ര ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഉണ്ടാവും, സെയിം വോയിഡ് റേഷ്യോ ആണ് എങ്കിൽ, പക്ഷേ സാച്ചുറേഷൻ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 80% ആയി കഴിഞ്ഞാൽ എത്രയായിരിക്കും ബൾക്ക് യൂണിറ്റ് വെയ്റ്റ്? ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി മിസ്. ഓക്കെ. ഒരു സാമ്പിൾ, സാച്ചുറേറ്റഡ് സാമ്പിൾ ആണെന്ന് പറഞ്ഞു, വാട്ടർ കണ്ടന്റും തന്നിട്ടുണ്ട്, യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്, വോയിഡ് റേഷ്യോ, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി കാണണം. അതേ സെയിം സോയിലിന്റെ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കാണണം, സെയിം വോയിഡ് റേഷ്യോ, പക്ഷെ സാച്ചുറേഷൻ 80% ആവണം ആണെങ്കിൽ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രൈ ഡെൻസിറ്റി കാണാനാണ്. ഡ്രൈ ഡെൻസിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഈ യൂണിറ്റ് വെയിറ്റ് എന്ത് യൂണിറ്റ് വെയിറ്റ് ആണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. അതേതാണ് നൊട്ടേഷൻ? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമയാണ്, 20 kilonewton per meter cube. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സാച്ചുറേറ്റഡ് സോയിലാണ്, അതുകൊണ്ട് ഞാൻ അതിനെ സാച്ചുറേറ്റഡ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ടായിരുന്നു 25% ആണെന്ന്. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഗാമ, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണെങ്കിലും ഗാമ ബൈ 1 + W വെച്ച് നമുക്ക് ചെയ്യാം. ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ സാറ്റ്, അല്ലെങ്കിൽ ഗാമയ്ക്ക് പകരം നമുക്കിവിടെ ഗാമ സാറ്റ് ആണ് തന്നിരിക്കുന്നത്. ഗാമയായിട്ടും എടുക്കാം, ഗാമ സാറ്റുമായിട്ട് നമുക്ക് ചെയ്യാം.
ഇതല്ലാതെ വേറൊരു രീതിയിലും ഗാമ ഡി കണ്ടുപിടിക്കാം. നമുക്ക് വോയിഡ് റേഷ്യോസും സ്പെസിഫിക് ഗ്രാവിറ്റിയും കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം, ഡ്രൈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ആർക്കും ചിന്തിക്കാൻ വേറെ ഒന്നും തോന്നിയില്ലെങ്കിൽ ഈ രീതിയിൽ കിട്ടിയാലും ഡ്രൈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താലും കറക്റ്റ് ആണ്. എത്ര കിട്ടിയ ഡ്രൈ ഡെൻസിറ്റി? formula dry density gamma sat divided by n. Divided by 1 plus W. Water content. ഗാമ നമുക്ക് തന്നിരിക്കുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ് 20 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതിവിടെ ഞാൻ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ യൂണിറ്റ് വെയിറ്റ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു 20 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അങ്ങനെ അല്ലാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അത് ആദ്യം അങ്ങനെ കൺസിഡർ ചെയ്യണം നമ്മൾ. ദെൻ അതിൽ നിന്ന് നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഡ്രൈ ഡെൻസിറ്റി കാണാം. ഡ്രൈ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഗാമ ബൈ 1 പ്ലസ് W ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് വെയിറ്റ് സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് അതിനെ ഞാൻ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് റീപ്ലേസ് ചെയ്തു ബൈ 1 പ്ലസ് W. അങ്ങനെയും ചെയ്യാം, വേറൊരു ഇക്വേഷനോടെ യൂസ് ചെയ്യാം. അത് താഴേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. ഡ്രൈ ഡെൻസിറ്റി കിട്ടിയോ? Dry density 16. 16 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് സാമ്പിൾ ഈ സാച്ചുറേറ്റഡ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോയിൽ സാമ്പിൾ സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇ ഇൻറ്റു എസ് ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു W ഇൻറ്റു G ആണ്. ദെയർഫോർ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? W ഇൻറ്റു G. ഇവിടെ എന്താണ് സാച്ചുറേറ്റഡ് ആണെന്ന് പറഞ്ഞു, അതിനെ നമ്മൾ S ഈസ് ഈക്വൽ ടു 1 എന്ന് കൺസിഡർ ചെയ്യും. സാച്ചുറേഷൻ എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് പാർട്ടിലാണ് 80% എന്ന് പറഞ്ഞിരിക്കണേ. ഫസ്റ്റ് പാർട്ടിൽ സാച്ചുറേറ്റഡ് സോയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വാട്ടർ കണ്ടന്റ് ഇൻറ്റു G ആണെന്ന് മനസ്സിലാവും. അപ്പം വാട്ടർ കണ്ടന്റ് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാം? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. ക്ലിയർ ആയോ? ഓക്കെ, പറയട്ടെ. ഹലോ, ഓക്കെ മിസ്സേ. ഓക്കെ. ആരും ഒന്നും മിണ്ടണില്ല, എല്ലാവരും ഒരു കിളി പോയ അവസ്ഥയിലാണ് ഇരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണമെങ്കിലും, അതായത് വോയിഡ് റേഷ്യോ സ്പെസിഫിക് ഗ്രാവിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഇയും കാണാനുള്ളതാണ് ജിയും കാണാനുള്ളതാണ്. നമുക്ക് ആകെ അറിയുന്നത് ഗാമ സാറ്റും വാട്ടർ കണ്ടന്റും ഗാമ ഡിയും അറിയാം. അപ്പം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു, ഒരു ഇക്വേഷൻ ഉണ്ട്. ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു G plus W into G whole divided by 1 plus ഈയുടെ ടേംസിൽ പറയാം, അപ്പോൾ അതായിരിക്കും എളുപ്പം. 1 G plus E by 1 plus E ഗാമ W. ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് അറിയാമെങ്കിൽ അതും വോയിഡ് റേഷ്യോയും സ്പെസിഫിക് ഗ്രാവിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇയും ജിയും ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഇയെ ഞാൻ എന്ത് ചെയ്യുവാണ്? ഇതിന് 1 എന്ന് കൊടുക്കുക.
എന്തോ എനിക്ക് ഗാമാസ് കേൾക്കാൻ പറ്റിയില്ല. നമുക്കൊരു റിലേഷൻ ഉണ്ട് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ജി പ്ലസ് ഇ ബൈ 1 + ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ്. അതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി എന്ന് എഴുതിയതിനെ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. അപ്പം ഈ ഇക്വേഷൻ എടുത്താലും ജിയും ഇയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇവിടെ മോളിൽ ഫസ്റ്റ് റിലേഷൻ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു ജി ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇക്വേഷൻ 2-ൽ ഇയുടെ വാല്യൂവിനെ 1 വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പം substituting E is equal to W into G in equation 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ സാറ്റ് is equal to G plus W into G by 1 plus W into G gamma W. Then saturated unit weight നമുക്കറിയാം 20 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജി കണ്ടുപിടിക്കണം. വാട്ടർ കണ്ടന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.25 ആണെന്ന് ഇൻറ്റു ജി ഹോൾ ഡിവൈഡഡ് ബൈ 1 + 0.25 ജി ഹോൾ ഇൻറ്റു ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ മനസ്സിലായി. ജി കണ്ടുപിടിക്കോ, എത്രയാ ജിയുടെ വാല്യൂ കിട്ടണേന്ന് പറ. ആണോ മിസ്സേ? 2 അപ് ടു ഡെസിമൽ പ്ലേസ് പറ. എപ്പോഴും പറയുമ്പം ഡെസിമലിൽ പറയണേ. 2 പ്ലേസ് ഡെസിമലും കൂടെ കൂട്ടി പറയാം. 2 something വരും. 2.67 ആണ് കിട്ടണേ. ജി is equal to 2.67. അത് സൂക്ഷിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. എവിടെയെങ്കിലും ഒരു പ്ലസ് മൈനസ് മാറിപ്പോയ ആൻസറിൽ വേരിയേഷൻസ് വരും. ഇത് സോൾവ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ സോൾവ് ചെയ്യാൻ കാണിച്ചു തന്നോ? അറിയില്ലേ? ഓക്കെ, ആർക്കെങ്കിലും അറിയില്ലേ പറ, ഞാൻ സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം കേട്ടോ. വേണ്ട മിസ്സേ. ആ .67 കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കാം ആൻസർ. ആർക്കും കിട്ടിയില്ല? ഹലോ, 2 കിട്ടിയ ആൾക്ക് 2.67 ആയില്ലേ? കിട്ടിയില്ലേ? കറക്റ്റ് ആയില്ലേ? ചെയ്തോണ്ടിരിക്കുന്നു മിസ്സേ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ആരാ സംസാരിക്കണേന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതാണ്
പേര് വിളിക്കാത്ത ഇപ്പൊ കിട്ടി 2.67. ഓക്കെ, എല്ലാവർക്കും കിട്ടും. കറക്റ്റ് 2.67 ആണ് ആൻസർ. റിട്ടേൺസ്. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടി. 10 വിട്ടു. 10 അതാണ് നമ്മൾ ബ്രാക്കറ്റ് ഇടുമ്പോൾ നോക്കുക, വാല്യൂസ് വിട്ടു പോവരുത്. ജിയുടെ വാല്യൂ 2.67 കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിരുന്ന ഒരെണ്ണം സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരുന്നു. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോ കാണാൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. W ഇൻറ്റു ജി, S ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് W ഇൻറ്റു ജി മതി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.25 ഇൻറ്റു 2.65 അത് ചെയ്യുമ്പം വോയിഡ് റേഷ്യോയും കിട്ടും. 2.67 അല്ലായിരുന്നു, സോറി. എത്ര കിട്ടിയ വോയിഡ് റേഷ്യോ? 0.67 കിട്ടും. 0.67. ഓക്കെ, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഗാമ ഡി നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇയുടെ വാല്യൂം ജിയുടെ വാല്യൂം കിട്ടിയ സ്ഥിതിക്ക് ഗാമ ഡി വേറൊരു ഇക്വേഷൻ കൊണ്ട് കണ്ടുപിടിക്കാം. ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് സി. ജിയുടെ വാല്യൂം ഇയുടെ വാല്യൂം നമ്മൾ ആദ്യമേ ഇതുപോലെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഗാമ ഡി കണ്ടാലും ആൻസർ കറക്റ്റാണ്. നമുക്കിത് ചെയ്യുമ്പോഴും 16 തന്നെ കിട്ടും. ചെയ്തു നോക്കാം. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ബൾക്ക് യൂണിറ്റ് വെയിറ്റ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. തന്നിരിക്കുന്ന വാല്യൂ സിംപ്ലി ഗാമ ഇട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിത് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഇത്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആയിട്ട് വേണം, സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആയിട്ട് അസ്യൂം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ ഇവിടെ വരെ? ഇത് യൂസ് ചെയ്ത് നോക്കിക്കോളൂ, 16 തന്നെ കിട്ടും. ഞാൻ നോട്ടിൽ അത് ഓൾറെഡി ഒന്നുകൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് ഫോട്ടോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ ജിയും ഇയും കിട്ടിയിട്ട് അതിൽ നിന്ന് ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗാമ, അപ്പോഴും സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. എന്തായിരുന്നു സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കണേ? ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഇതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അത്? Void ratio, degree of saturation 80%. വോയിഡ് റേഷ്യോയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ? 0.67. വോയിഡ് റേഷ്യോ 0.67ഉം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 80%ഉമാണ് എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഗാമയുടെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷനും വോയിഡ് റേഷ്യോയും ഗാമയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഗാമ ഈസ് ഈക്വൽ ടു ജി പ്ലസ് എസ് ഇ ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. അതിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 80% അതാണ്, അതായത് 0.80. വോയിഡ് റേഷ്യോ എത്രയായിരിക്കണം? 0.67. അത് ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് 2.67. അങ്ങനെയാണ് എങ്കിൽ യൂണിറ്റ് വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഗാമയും എസും ഇയും തമ്മിലുള്ള റിലേഷൻ അറിയണം. അതാണ് ഗാമ ഇസ് ഇക്വൽ ടു ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. അതിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണെന്നാണ് പറഞ്ഞത്? 80% ആണെന്നും വോയിഡ് റേഷ്യോ സെയിം തന്നെയാണ്. നേരത്തെ എത്രയാണ് സോയിലുണ്ടായിരുന്നത് ആ സെയിം വോയിഡ് റേഷ്യോ ആണ് എങ്കിൽ യൂണിറ്റ് വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അത് ഈ റിലേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം.
വാല്യൂ കിട്ടിയോ? $19.2 ആണ് ആൻസർ. 19.2. മിസ് ഈ ഗാമ W20 തന്നെയാണോ എടുക്കണേ? ഗാമ W20യോ? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 10. വാട്ടർ. ഓ ഗാമ W. ആ ഗാമ W യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ അതെപ്പോഴും 10 ആണ്. 9.81 ആണ് ആക്ച്വൽ വാല്യൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 9.81 തന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് ചെയ്യാം. നമ്മളത് റൗണ്ട് ഓഫ് ചെയ്ത് 10 ഇട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഗാമ W = 10 ആണെന്നാണ് എടുത്തേക്കണേന്ന് നമ്മൾ എഴുതി വയ്ക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ അസ്യൂം ഗാമ W = 10 kN/m³ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ തരുകയാണെങ്കിൽ തരുന്ന വാല്യൂ ഇട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുക. 9.8 ആണെങ്കിലും 10 ഇട്ട് ചെയ്താലും നമ്മൾ ഫുൾ ക്രെഡിറ്റ് ആ പ്രോബ്ലത്തിന്, അതായത് ഫുൾ മാർക്ക് നമ്മൾ ആ പ്രോബ്ലത്തിന് കൊടുക്കാറുണ്ട്. ചെയ്യുന്ന ആൻസേഴ്സ് കിട്ടിയ ആൻസേഴ്സ് 9.81ലും 10ലും ചെയ്താലും നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കാറുണ്ട്. സ്കീം വരുമ്പോൾ അങ്ങനെയാണ് വരിക. $19.2 കിട്ടിയോ? ഓക്കെ. 19.97 കിട്ടി. ആ അത് നമ്മൾ ഇടുന്ന ഡെസിമലിനനുസരിച്ചാണ്, കുഴപ്പമില്ല. 19 പോയിന്റ് ആണ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? ഇനി ഒരു 6 പ്രോബ്ലം കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്യിക്കട്ടെ? ഹലോ, അത് കിട്ടി. 19.2 കിട്ടി. അവരോട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓരോ പ്രോബ്ലം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. ഇനി ഒരു 6 പ്രോബ്ലമോടെ ഉണ്ട്. അപ്പോൾ ഈ മൊഡ്യൂൾ ഹാഫ് പോർഷൻ ആവും. പിന്നെ ഉള്ള പോർഷൻ കുറച്ച് തിയറിയാണ്. പിന്നെ 2 പ്രോബ്ലം അങ്ങാണ്ടേ ഉള്ളൂ. ബാക്കി ഫുൾ ഈ മൊഡ്യൂളിൽ നിന്ന് തിയറിയാണ്. ഓക്കെ.